ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 72ാമത്തെ 73ാമത്തെ പേജുകളിലെ ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കുന്നത്. മടങ്ങുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ്. ഡെസിമൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ തുടക്കം തന്നെ നോക്കിക്കേ, ഡെസിമൽ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാനും ആഡ് ചെയ്യാനും എല്ലാം നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചേക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുക്കുക കേട്ടോ. ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും. ഒന്നാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, ഇവിടെ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ട്രയാങ്കിളിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്? പെരിമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ചുറ്റുമുള്ള അളവ് അല്ലെ. ഈ ചുറ്റുമുള്ള അളവുകളെല്ലാം കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്, എല്ലാ സൈഡിന്റെ അളവുകൾ തമ്മിൽ ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഓരോ സൈഡിന്റെ അളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. 3.26 മീറ്റർ, 4.4 മീറ്റർ, 5 മീറ്റർ, ഇതല്ലേ 3 സൈഡിന്റെ അളവുകൾ. അതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി, എന്ത് നമുക്ക് കിട്ടും? പെരിമീറ്റർ കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. പെരിമീറ്റർ ഈക്വൽ ടു എങ്ങനെയാന്ന് പറഞ്ഞേ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലെ. അതായത് 5 പ്ലസ് 4.4 പ്ലസ് അടുത്തത് 3.26 അല്ലെ. 3.26 ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടും. ഇനി ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാ? കണ്ടുപിടിച്ചോ? എങ്ങനെയാ ആഡ് ചെയ്യുന്നത്? ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, എല്ലാ നമ്പേഴ്സിന്റെയും ഡെസിമൽ പാർട്ടില് സെയിം ഡിജിറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എല്ലാ നമ്പേഴ്സിന്റെ, ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. 3 നമ്പേഴ്സിന്റെയും ഡെസിമൽ പാർട്ടില് സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ നോക്കിക്കേ, 5ന്റെ ഡെസിമൽ പാർട്ടില് ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 5ന് ഡെസിമൽ പാർട്ട് ഇല്ല അല്ലെ. അപ്പൊ ഒരു നമ്പറും ഇല്ല. 4.4ലോ ഡെസിമൽ പാർട്ടില് ഒരു ഡിജിറ്റ് ആണ് കിടക്കുന്നത് അല്ലെ. 3.26ലോ ഡെസിമൽ പാർട്ടിൽ 2 ഡിജിറ്റുകൾ കിടപ്പുണ്ട് അല്ലെ. 2, 6, 2 ഡിജിറ്റുകളാണ് എവിടെ കിടക്കുന്നത്? ഡെസിമൽ പാർട്ടിൽ കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം മാറ്റണം. സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് എവിടെ കാണാൻ പാടുള്ളൂ? ഡെസിമൽ പാർട്ടിൽ കാണാൻ പാടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിജിറ്റ് കിടക്കുന്നത് ഏത് നമ്പറിലാ? 3.26ലാ അല്ലെ. 2 ഡിജിറ്റുകളാണ് എവിടെ കിടക്കുന്നത്? ഡെസിമൽ പാർട്ടിൽ കിടക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്, എല്ലാ നമ്പറിലും ഡെസിമൽ പാർട്ടില് 2 ഡിജിറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോവാ. 5 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5.00 എന്ന് എഴുതത്തില്ലേ. അപ്പോൾ ഇപ്പൊ നോക്കിക്കേ, ഡെസിമൽ പാർട്ടിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട് അല്ലെ. അപ്പോൾ 5.00 എന്ന് എഴുതുന്നതിൽ മാറ്റമൊന്നുമില്ല അല്ലെ. നമ്പറിന് മാറ്റമൊന്നുമില്ല, 5 തന്നെയാണ് ഇത് അല്ലെ. 5.00 പ്ലസ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ഡിജിറ്റ് ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് എത്ര ഡിജിറ്റാ വേണ്ടേ? 2 ഡിജിറ്റാ വേണ്ടത് അല്ലെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4.40 എന്ന് എഴുതിയാൽ മതി അല്ലെ. വലതുവശത്ത് ഒരു 0 കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഡിജിറ്റ് ആയിട്ട് കിട്ടും? 2 ഡിജിറ്റ് ആയിട്ട് കിട്ടും അല്ലെ. പ്ലസ് 3.26. ഇപ്പോൾ നോക്കിക്കേ, എല്ലാ നമ്പറിന്റെയും ഡെസിമൽ പാർട്ടിൽ എത്ര ഡിജിറ്റ് വെച്ച് വന്നു? 2 ഡിജിറ്റ് വെച്ച് വന്നു അല്ലെ. അപ്പോൾ ഇതാണ് ഡെസിമൽ നമ്പേഴ്സിന്റെ അഡീഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി എന്ത് ചെയ്യണം? ഇത് 3ഉം കൂടെ ആഡ് ചെയ്യണം അല്ലെ. അപ്പോൾ സാധാരണ ആഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ എഴുതുക. ഡെസിമൽ പോയിന്റുകൾ നേരെ അടിയിൽ എഴുതുക. നമുക്കൊന്ന് എഴുതി നോക്കാം. 5.00. അടുത്ത നമ്പർ 4.40 ആണ് അല്ലെ. അപ്പോൾ 4 ഇവിടെ എഴുതുക. ഡെസിമൽ പോയിന്റ് നേരെ എഴുതണം. 0.40. അടുത്ത് 3.26 അല്ലെ. 3 ഇവിടെ എഴുതുക. ഡെസിമൽ പോയിന്റ് നേരെ എഴുതണം. 26. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തേ. 0 പ്ലസ് 0 പ്ലസ് 6 എത്ര കിട്ടും? 6 കിട്ടും അല്ലെ. 6. അടുത്തത് 0, 4, 2 എത്ര കിട്ടും? 6 കിട്ടും അല്ലെ. 6. റിമൈൻഡർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഡെസിമൽ നേരെ താഴെ തന്നെ ഇടുക. ഡെസിമൽ പോയിന്റ് ഇവിടെ ഇടണം. 5 പ്ലസ് 4 9 കിട്ടും അല്ലെ. 9 പ്ലസ് 3 12 കിട്ടും അല്ലെ. അതായത് 12. ഇപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? 12.66 എന്ന ആൻസർ കിട്ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12.66. യൂണിറ്റ് ഏതാണ്? മീറ്ററിലല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 12.66 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. എന്ത്? പെരിമീറ്റർ. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. അടുത്ത ടെക്സ്റ്റ് ബുക്ക് രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് അടുത്ത ട്രയാങ്കിൾ ആണ്. ഈ ഒരു ട്രയാങ്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. എങ്ങനെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്? സൈഡുകളുടെ ലെങ്തുകളെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ.
ഇപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. ഈ പെരിമീറ്റർ ഞാൻ 3 രീതിയിലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. 3 രീതിയിൽ. ഓരോ രീതിയും നിങ്ങളൊന്ന് നോക്കുക. ഒന്നാമത്തെ രീതി എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 3 സൈഡുകളുടെ ലെങ്ത് ആഡ് ചെയ്യണം അല്ലെ. അപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 3 സൈഡിന്റെ ലെങ്ത് ആഡ് ചെയ്യണം അല്ലെ. അതായത് 4.25 പ്ലസ് 4.25 പ്ലസ് 4.25 അല്ലെ. 3 സൈഡിനും സെയിം ലെങ്ത് ആണല്ലോ. 4.25 മീറ്റർ വെച്ചാണ് അല്ലെ. അതെല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്തു. അതായത് 4.25 പ്ലസ് 4.25 പ്ലസ് 4.25 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നാണ് പറഞ്ഞത്? ഡെസിമൽ പാർട്ടിൽ സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് വേണം അല്ലെ. സെയിം അക്കങ്ങൾ വേണം അല്ലെ. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ നമ്പറിന് 2 അക്കം ഉണ്ട്, രണ്ടാമത്തെ നമ്പറിനോ ഡെസിമൽ പാർട്ടിൽ 2 അക്കം ഉണ്ട്, മൂന്നാമത്തെ നമ്പറിനോ ഡെസിമൽ പാർട്ടിൽ 2 അക്കം ഉണ്ട് അല്ലെ. ഇത് 3 സെയിം നമ്പർ ആണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെ വരത്തുള്ളൂ അല്ലെ. ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കിയപ്പോൾ അക്കങ്ങളുടെ എണ്ണം സെയിം ആണ്, അതുകൊണ്ട് ഇനി എന്ത് ചെയ്താൽ മതി? ഇത് ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ആഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് എഴുതിക്കേ. 4.25 പ്ലസ് 4.25 then 4.25 ആഡ് ചെയ്യുമ്പോൾ എഴുതുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഡെസിമൽ പോയിന്റുകൾ നേരെ വരണം. ഇനി 5 പ്ലസ് 5 പ്ലസ് 5 15 അല്ലേ. അപ്പോൾ 5 എഴുതുക, റിമൈൻഡർ 1 അല്ലെ. റിമൈൻഡർ 1 then 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 1 എത്ര കിട്ടും? 7 കിട്ടും അല്ലെ. 7 റിമൈൻഡർ ഒന്നുമില്ലല്ലോ. then ഡെസിമൽ പോയിന്റ് നേരെ താഴെ എഴുതി 4 പ്ലസ് 4 പ്ലസ് 4 12 കിട്ടും അല്ലെ. 12 അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 12.75 എന്ന് പറയുന്ന ആൻസർ കിട്ടും അല്ലെ. 12.75 ഏതായിരുന്നു യൂണിറ്റ്? മീറ്റർ ആയിരുന്നു അല്ലെ. അതുകൊണ്ട് 12.75 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. എന്ത്? പെരിമീറ്റർ. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്ര കിട്ടും? 12.75 മീറ്റർ. അതൊരു രീതി. ഇനി അടുത്ത മെത്തേഡ്, ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിരുന്നു അല്ലെ, അല്ലെങ്കിൽ സമഭുജ ത്രികോണങ്ങൾ. സമഭുജ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സൈഡുകളെല്ലാം ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് 4.25 3 പ്രാവശ്യം എഴുതി കൂട്ടുക നമ്മൾ ചെയ്തത് അല്ലെ. അതിന് പകരം 4.25 into 3 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ? അതും ശരിയല്ലേ അല്ലെ. അതായത് പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് പെരിമീറ്റർ ഈക്വൽ ടു 4.25 മീറ്റർ into 3 ചെയ്താൽ പോരെ അല്ലെ. 4.25 മീറ്റർ ആണ് 3 സൈഡിന്റെ ലെങ്ത്. സോ 4.25 into 3 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും അല്ലെ. 3 പ്രാവശ്യം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്ക ഒരു പ്രശ്നമുണ്ട് അല്ലെ. ഡെസിമൽ നമ്പർ ആണിത്. ഡെസിമൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയത്തില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്തായിട്ട് മാറ്റണം? ഒരു വോൾ നമ്പർ ആയിട്ട്, സാധാരണ ഒരു നമ്പർ ആയിട്ട് മാറ്റണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 4.25 മീറ്റർ ആണ് അല്ലെ. അതിനെ ഒന്ന് സെന്റിമീറ്റർ ആക്കിക്കേ. എത്ര സെന്റിമീറ്റർ ആയിരിക്കും? അതെങ്ങനെ സെന്റിമീറ്റർ ആകുന്നത്? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അതായത് 4.25 മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര സെന്റിമീറ്റർ എന്ന് കിട്ടും? 100 കൊണ്ട് ഗുണിച്ചാൽ പോരെ അല്ലെ. അപ്പൊ എത്ര കിട്ടും? 425 സെന്റിമീറ്റർ എന്ന് കിട്ടും. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് മാറിപ്പോകും അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 425. ഡെസിമൽ പോയിന്റ് ഇല്ലാണ്ട് നമുക്ക് ആൻസർ കിട്ടും 425 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഞാൻ ഈ മീറ്ററിന് പകരം ഏതാ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്? സെന്റിമീറ്റർ ആണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ 4.25 മീറ്ററിന് പകരം നമുക്ക് എന്ത് എഴുതാം? 425 സെന്റിമീറ്റർ എന്ന് എഴുതാം അല്ലെ. ഇപ്പൊ 425 സെന്റിമീറ്റർ into 3 ചെയ്താൽ പോരെ. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. 425 into 3 425 into 3 3 into 5 15 അല്ലെ. 5 ശിഷ്ട 1 3 2 6 6 1 7 3 12 അല്ലെ. 12. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1275 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. എന്ത്? പെരിമീറ്റർ. 1275 സെന്റിമീറ്റർ ആണ് എന്ത്? ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. ഇനി നമ്മുടെ സൈഡുകൾ മീറ്ററിലല്ലേ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ആൻസറും പെരിമീറ്ററും ഏതിൽ തന്നെ കൊടുക്കണം? മീറ്ററിൽ തന്നെ കൊടുക്കണം അല്ലെ. അതായത് ഇനി എന്ത് ചെയ്യണം? ഈ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണം.
എങ്ങനെയാ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കുന്നത്? 1275 സെന്റിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാ മീറ്റർ ആക്കുന്നത്? 100 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 1275 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി അല്ലെ? 100 മീറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ നമുക്ക് അറിയാലോ. 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൻസറിലെ ഡെസിമൽ പാർട്ടില് എത്ര ഡിജിറ്റ് വരും? 2 ഡിജിറ്റ് വരും അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ? 100 കൊണ്ട് ഹരിക്കുമ്പോൾ ഡെസിമൽ പാർട്ടിൽ 2 ഡിജിറ്റുകൾ നിർബന്ധമായിട്ടും വരും അല്ലെ? അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇവിടെ 2 ഡിജിറ്റുകൾ ഡെസിമൽ പാർട്ടിൽ എഴുതണം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12.75 എന്ന് കിട്ടും അല്ലെ? 12.75 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് പെരിമീറ്റർ, ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയും നമുക്ക് കിട്ടും? 12.75 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈ സ്റ്റെപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആദ്യം ഈ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കി, അതിനുശേഷം സൈഡുകളെല്ലാം സെയിം ആയതുകൊണ്ട് ഒരു സൈഡിന്റെ ലെങ്തിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കിട്ടിയ പെരിമീറ്ററിനെ വീണ്ടും എന്താക്കി മാറ്റി? മീറ്റർ ആക്കി മാറ്റി. ഇങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ മെത്തേഡ്. ഒരു മെത്തേഡും കൂടെ ഉണ്ട്. ആ മെത്തേഡും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ അല്ലെ? പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ ഈക്വൽ ടു എങ്ങനെയാ ചെയ്യുന്നത്? സൈഡുകളെല്ലാം കൂടെ ആഡ് ചെയ്യണം അല്ലെ? സൈഡുകളെല്ലാം സെയിം ആയതുകൊണ്ട് ഒരു സൈഡിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിയാണല്ലോ? അപ്പോൾ ഒരു സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 4.25 മീറ്റർ ആണ് അല്ലെ? 25 × 3. ഒരു സൈഡിന്റെ ലെങ്തിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ സൈഡിന്റെ ലെങ്തിനെ ഒരു ഭിന്നസംഖ്യയാക്കാനായിട്ട് പോവുക, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആക്കാനായിട്ട് പോവുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ നമ്പറിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാ ഫ്രാക്ഷൻ ആക്കുന്നത്? ഇവിടെ നോക്കിക്കേ, 2 ഡെസിമൽ പാർട്ട് ആണല്ലോ ഉള്ളത്. ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങളാണ് ഉള്ളത്. എങ്ങനെയായിരിക്കും 2 അക്കങ്ങൾ വന്നത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴായിരിക്കും 2 അക്കങ്ങൾ വന്നത് അല്ലെ? അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ ആക്കിയല്ലോ. എങ്ങനെയാ ഫ്രാക്ഷൻ ആക്കിയത്? 425 ഡിവൈഡഡ് ബൈ 100 എന്നാണല്ലോ എഴുതിയിരുന്നത്. 425 ഡിവൈഡ് ബൈ 100. കാരണം എന്നാ? ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങളാണുള്ളത്. 2 അക്കങ്ങൾ വന്നത് എങ്ങനെയായിരിക്കും? 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴായിരിക്കും അല്ലെ? അപ്പൊ 425 ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത സംഖ്യ 425 ഡിവൈഡഡ് ബൈ 100 ചെയ്തപ്പോഴായിരിക്കും ഇത് വന്നത്? 4.25 വന്നത് അല്ലെ? അപ്പോൾ ഭിന്നസംഖ്യ ആയിട്ട് 425 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതി × 3 ചെയ്താൽ മതി. എളുപ്പമല്ലേ അത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഒരു ഭിന്നസംഖ്യയാണ് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആണ് അല്ലെ? ഫ്രാക്ഷൻ × ഒരു നോർമൽ നമ്പർ. എങ്ങനെയാ ചെയ്യുന്നത്? ഈ നമ്പറിന്റെ ഡിനോമിനേറ്റർ എത്രയാ, അല്ലെങ്കിൽ ഛേദം എത്രയാ? ഏതൊരു നമ്പറിന്റെയും ഛേദം 1 ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 എഴുതി കൊടുക്കാനായിട്ട് പോവാ നിങ്ങൾക്ക് എളുപ്പത്തിന്. അപ്പോൾ 3 എന്ന് പറയുന്ന ഒരു സംഖ്യ ആക്ച്വലി ഏതാണ്? 3/1 ആണ്. ഏതൊരു നമ്പറിന്റെയും ഡിനോമിനേറ്റർ, ഇപ്പൊ 4 ആയിക്കോട്ടെ, 4ന്റെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എത്രയാ? 4/1 എന്നാണ് നമ്മൾ എഴുതാറ്. 5 ആയിക്കോട്ടെ, 5ന്റെ ഡിനോമിനേറ്റർ എത്രയാ? 1 ആണ്. നമ്മൾ ഏതൊരു നമ്പറിന്റെയും ഡിനോമിനേറ്റർ 1 ആയിട്ടാണ് എഴുതുന്നത്. ഇനി നോക്കിക്കേ, ഇപ്പൊ 2 ഫ്രാക്ഷൻ അല്ലേ? ഇനി ഫ്രാക്ഷൻസ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ന്യൂമറേറ്റർ അംശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ. അംശങ്ങൾ ഏതൊക്കെയാണ്? 425 × 3 അല്ലെ? വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതാം അല്ലെ? 425 × 3 ഡിവൈഡഡ് ബൈ 100 × 1. അംശങ്ങൾ തമ്മിൽ ഗുണിച്ചു, ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചു അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 425 × 3 നമ്മൾ ഓൾറെഡി ചെയ്തതാണല്ലോ. എത്രയാ? 1275 അല്ലെ? സോ 1275 ഡിവൈഡഡ് ബൈ 100 × 1 100 തന്നെ അല്ലെ? 100. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു സംഖ്യനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. ശരിയാണല്ലോ? നമ്മുടെ ആൻസറിന് 2 ഡെസിമൽ പാർട്ട് വേണം. ശരിയാണല്ലോ? അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 12.75 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇത്രയും മീറ്റർ ആയിരിക്കും നമ്മുടെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇപ്പൊ 3 രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എളുപ്പം? ഇതെല്ലാം കൂടി എഴുതി കൂട്ടേണ്ടി വരും. ഇത് ആദ്യം സെന്റിമീറ്റർ ആക്കണം, പിന്നെ അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം, പിന്നെ വീണ്ടും അത് മീറ്റർ ആക്കണം അല്ലെ? കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഇതോ 4.25നെ ഫ്രാക്ഷൻ ആക്കി അതിനുശേഷം ആ ഫ്രാക്ഷൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് വന്നു. അപ്പൊ ഈ മൂന്നാമത്തെ മെത്തേഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. മൂന്നാമത്തെ മെത്തേഡ് അത് മനസ്സിലായോ എല്ലാവർക്കും?
പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് 4.25 ഇൻറ്റു 3 3 സൈഡ് വീക്കലായിരുന്നു അല്ലേ, അതുകൊണ്ട് ഇൻറ്റു 3 ചെയ്തു. ദെൻ ഡെസിമൽ നമ്പറിനെ നമ്മൾ ആദ്യം ഫ്രാക്ഷൻ ആക്കി അതിനുശേഷം ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇത്രയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ട്. ഒരു കുപ്പിയിൽ 1.25 ലിറ്റർ വെള്ളം കൊള്ളും. ഇത്തരം 4 കുപ്പികൾ നിറയ്ക്കാൻ എത്ര ലിറ്റർ വെള്ളം വേണം? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കുപ്പിയുണ്ട്, അതിനകത്ത് എത്ര ലിറ്റർ കൊള്ളും? 1.25 ലിറ്റർ കൊള്ളും അല്ലെ. അങ്ങനത്തെ എത്ര കുപ്പി നമുക്ക് നിറയ്ക്കണം? 4 കുപ്പി നിറയ്ക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ലിറ്റർ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്? ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഒരു കുപ്പിയിൽ 1.25 ലിറ്റർ കൊള്ളും, അങ്ങനത്തെ 4 എണ്ണം അല്ലെ. അപ്പോൾ 1.25 ഇൻറ്റു 4 ചെയ്താൽ പോരെ? ഓക്കെ, വാട്ടർ നീഡഡ് അല്ലെ. ഒരു കുപ്പിയിൽ കൊള്ളുന്ന അളവ് 1.25 അല്ലെ. 1.25 ഇൻറ്റു അങ്ങനത്തെ എത്ര എണ്ണം വേണം? 4 കുപ്പി അല്ലെ. ഇൻറ്റു 4 ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? 1.25നെ ഫ്രാക്ഷൻ ആക്കി മാറ്റണം അല്ലെ, അല്ലെങ്കിൽ ഭിന്നസംഖ്യ ആക്കി മാറ്റണം. അപ്പോൾ 1.25നെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാം? 1.25 ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങളുണ്ട് അല്ലെ. അപ്പോൾ ഏത് നമ്പർ കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് വെച്ചിരുന്നത്? 100 കൊണ്ട്. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിലല്ലേ ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങൾ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 125. ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പർ 125 ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്തപ്പോഴല്ലേ 1.25 കിട്ടിയത്? ഓക്കെ, ദെൻ ഇൻറ്റു 4 ചെയ്താൽ മതി അല്ലെ. ഇൻറ്റു 4. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത്? ഒരു ഫ്രാക്ഷനും ഒരു നമ്പറുമാണ് അല്ലെ. ഈ നമ്പറിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. അതായത് 4നെ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത് എങ്ങനെയാ? ഡിവൈഡ് ബൈ 1 ഇട്ടാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് 125 ഇൻറ്റു 4 ചെയ്യണം ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ദെൻ ഇവിടെ 1 അല്ലെ. 1 ചെയ്യണം. അംശങ്ങൾ ഗുണിക്കണം, ഛേദങ്ങൾ ഗുണിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 125 ഇൻറ്റു 4 ചെയ്യണം അല്ലെ. 125 ഇൻറ്റു 4. I4 20 അല്ലെ. 20ന് 0 ശിഷ്ടം 2. 4 2 8, 8 2 10 അല്ലെ. 10ന് 0 ശിഷ്ടം 1. 1 4 4, 4 1 5. എത്ര കിട്ടും? 500 കിട്ടും അല്ലെ. ഇവിടെ 500. 500 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1 100 തന്നെ അല്ലെ. 100. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 500 ഡിവൈഡ് ബൈ 100 എത്രയാന്ന് നമുക്ക് അറിയാലോ. 500 ഡിവൈഡ് ബൈ 100 എത്രയാ? 5 കിട്ടും അല്ലെ. 5. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 ലിറ്റർ എന്ന് ആൻസർ കിട്ടും. 5 ലിറ്റർ. അതായത് 4 ബോട്ടിലും കൂടി എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 5 ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അടുത്ത ചോദ്യം. ഒരു സമപഞ്ചഭുജത്തിന്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സമപഞ്ചഭുജം അല്ലെങ്കിൽ റെഗുലർ പെന്റഗൺ. എന്നാ റെഗുലർ പെന്റഗൺ? 5 സൈഡും തുല്യമായിട്ടുള്ള ഒരു ഫിഗർ ആണ് എന്ത്? റെഗുലർ പെന്റഗൺ അല്ലെങ്കിൽ സമപഞ്ചഭുജം എന്ന് പറയുന്നത്. 5 സൈഡുകളുണ്ട്. ഈ 5 സൈഡുകളുടെ ലെങ്ത് ഈക്വൽ ആണ്. ഒരു സൈഡിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 2.35 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. 2.35 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്? 5 സൈഡും കൂടെ ആഡ് ചെയ്താൽ പോരെ? അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു സൈഡിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഒരു സൈഡിന്റെ ലെങ്തിനെ, അതായത് 2.35നെ 5 സൈഡാണല്ലോ ഉള്ളത്, അതുകൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആദ്യം ഈ ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റണം അല്ലെ, അല്ലെങ്കിൽ ഭിന്നസംഖ്യ ആക്കി മാറ്റണം. എങ്ങനെ ഭിന്നസംഖ്യ ആക്കി മാറ്റുന്നത്? ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏതുകൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരുന്നത്? 100 കൊണ്ടായിരിക്കും അല്ലെ ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 235 ഡിവൈഡഡ് ബൈ 100 ചെയ്തപ്പോഴാണ് ഇത് കിട്ടുന്നത്? 2.35 കിട്ടുന്നത് അല്ലെ. അപ്പോൾ ഇതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റി. ഇൻറ്റു ഏത് ചെയ്താൽ മതി? 5 ചെയ്താൽ മതി അല്ലെ. ദെൻ ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോൾ 5ന്റെ ഡിനോമിനേറ്റർ എത്രയാ? 1 ആണല്ലേ. ഏതൊരു നമ്പറിന്റെ ഡിനോമിനേറ്റർ 1 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി എന്ത് ചെയ്യണം? അംശങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് 235 ഇൻറ്റു 5 ചെയ്യണം ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1 ചെയ്യണം അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 235 ഇൻറ്റു 5 ഒന്ന് ചെയ്തേ. 235
ഇൻറ്റു 5. I 5 25, അതിന് 5 ശിഷ്ടം 2, 3 5 15 2 17 ശിഷ്ടം 1, I 2 10 10 1 11 അല്ലേ 11. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 1175. ദെൻ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1 കൂടെ ഉണ്ടല്ലേ. 100 ഇൻറ്റു 1 എത്രയാണ്? 100 ആണല്ലേ. 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 1175നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആൻസറിൽ 2 ഡെസിമൽ പ്ലേസ് വരും അല്ലേ. അപ്പൊ 2 ഡെസിമൽ പ്ലേസ് നിർത്താൻ പാകത്തിന് നമ്മൾ ഡെസിമൽ പോയിന്റ് കൊടുക്കണം അല്ലേ. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 11.75. ഇപ്പോഴല്ലേ 2 ഡെസിമൽ പ്ലേസ് വന്നത്. ഓക്കെ, 11.75 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെ. ലെങ്ത് എത്രയിലായിരുന്നു? മീറ്ററിലായിരുന്നു. അതുകൊണ്ട് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് നമുക്ക് എത്രയായിട്ട് കിട്ടും? 11.75 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ 1.45 മീറ്റർ തുണി വേണം. 4 ഷർട്ടിന് എത്ര മീറ്റർ തുണി വേണം? ചോദ്യം മനസ്സിലായോ? ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാനായിട്ട് എത്ര മീറ്റർ തുണിയാണ് വേണ്ടത്? 1.45 മീറ്റർ തുണിയാണല്ലേ വേണ്ടത്. അങ്ങനത്തെ എത്ര ഷർട്ടാണ് തയ്ക്കേണ്ടത്? 4 ഷർട്ടാണ് തയ്ക്കേണ്ടത്. അപ്പൊ ടോട്ടൽ എത്ര മീറ്റർ തുണി വേണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്ത് ചെയ്താൽ മതി? ഒരു ഷർട്ടിന്റെ തുണിയെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. എല്ലാ ഷർട്ട് തയ്ക്കാനും ഈക്വൽ തുണിയല്ലേ വേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു ഷർട്ടിന്റെ തുണിയെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ ക്ലോത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു ഷർട്ടിന്റെ തുണി എത്രയാണ്? 1.45 മീറ്റർ ആണ് അല്ലെ. 1.45 ഇൻറ്റു എത്ര ഷർട്ടാണ് തയ്ക്കേണ്ടത്? 4 ഷർട്ട് അല്ലെ. അപ്പോൾ ഇൻറ്റു 4 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെയാ? ഡെസിമൽ നമ്പറിനെ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ആക്കി മാറ്റണം അല്ലെ. ഇപ്പൊ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത് എങ്ങനെയാ? ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങളാണുള്ളത്. അപ്പോൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴായിരുന്നു ഈ 2 അക്കങ്ങൾ വന്നത്? 100 കൊണ്ട് അല്ലെ. അതായത് 145നെ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇതിന്റെ ആൻസർ ആണ് ഇത് 1.45 അല്ലെ. ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങൾ വരണമെങ്കിൽ ഉറപ്പായിട്ട് 100 കൊണ്ടായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് എത്ര കിട്ടും? 145 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് കിട്ടും അല്ലെ. ഇൻറ്റു 4. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ 4ന്റെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എത്രയാണ്? ഏതൊരു സംഖ്യയുടെയും ഛേദം 1 തന്നെയാണ് അല്ലെ. 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് 145 ഇൻറ്റു 4 ചെയ്യണം ന്യൂമറേറ്ററുകൾ ഡിവൈഡഡ് ബൈ ഇനി ഡിനോമിനേറ്ററോ 100 ഇൻറ്റു 1 അല്ലെ. 100 ഇൻറ്റു 1 ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 145 ഇൻറ്റു 4 ചെയ്യണം അല്ലെ. ആദ്യം 145 ഇൻറ്റു 4 I4 20, 20ന് 0 ശിഷ്ടം 2, 4 16, 16 2 18 അല്ലെ. 8 ശിഷ്ടം 1, ഒരു 4 4 4 1 5 എത്ര കിട്ടും? 580 എന്ന് കിട്ടും. അതായത് 580 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1 100 കിട്ടും അല്ലെ. 100. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി 580നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 ഡെസിമൽ പാർട്ട് വരും. ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങൾ വരും അല്ലെ. അപ്പോൾ നമുക്ക് അത്ര ആൻസർ കിട്ടുന്നത് 5.80 എന്ന ആൻസർ കിട്ടും അല്ലെ. ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങളല്ലേ വരുന്നത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അതായത് 5.80 അത്രയും മീറ്റർ ആണ് വേണ്ടത്. അത്രയും മീറ്റർ തുണിയാണ് എന്തിനു വേണ്ടി വേണ്ടത്? 4 ഷർട്ട് തയ്ക്കുന്നതിന് വേണ്ടി ആ കുട്ടിക്ക് വേണ്ടത്. അപ്പോൾ ഒരു ഷർട്ടിന്റെ തുണിയെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 4 ഷർട്ട് തയ്ക്കേണ്ട തുണി കിട്ടും അല്ലെ. എത്ര മീറ്ററാണ് വേണ്ടത്? 5.80 മീറ്റർ ആണ് വേണ്ടത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ബാഗില് 4.75 കിലോഗ്രാം അരി നിറയ്ക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മളുള്ള ചോദ്യം എന്നാ? അങ്ങനത്തെ 8 ബാഗുകളിൽ ആകെ എത്ര കിലോഗ്രാം അരി നിറയ്ക്കാം? ഇതാണ് നമ്മുടെ ചോദ്യം. എളുപ്പമല്ലേ അത്? ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം കൊള്ളും? 4.75 കിലോഗ്രാം അല്ലേ. അങ്ങനത്തെ എത്ര സഞ്ചി നമ്മുടെ കയ്യിലുണ്ട്? 8 സഞ്ചി നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു സഞ്ചിയിൽ കൊള്ളുന്ന അരിയെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അല്ലെ. അപ്പൊ ടോട്ടൽ റൈസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു സഞ്ചിയിൽ കൊള്ളുന്ന അരി എന്ത് വരുവാണ്? 4.75 കിലോഗ്രാം അല്ലെ. ഇൻറ്റു അങ്ങനത്തെ എത്ര സഞ്ചിയുണ്ട്? 8 സഞ്ചികള്.
ഇപ്പൊ 4.75 ഇൻറ്റു 8 ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. പടയെന്ന് ചെയ്ത് എങ്ങനെ ചെയ്യുന്നത്? ആദ്യം ഇതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റണം അല്ലെ, ഭിന്നസംഖ്യ ആക്കി മാറ്റണം. ഡെസിമൽ പാർട്ടിൽ എത്ര അക്കങ്ങളുണ്ട്? 2 അക്കങ്ങളുണ്ട് അല്ലെ. എങ്ങനെയായിരിക്കും ഈ 2 അക്കങ്ങൾ വന്നത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് കിട്ടും? 475 ഡിവൈഡഡ് ബൈ 100 അല്ലെ. 100 ഇൻറ്റു 8. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 8ന്റെ ഡിനോമിനേറ്റർ എത്രയാ? ഏതൊരു സംഖ്യയുടെ ഡിനോമിനേറ്റർ 1 ആണ്. ഒരിക്കലും മറക്കരുത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. അതായത് 475 ഇൻറ്റു 8 ചെയ്യണം ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1 അല്ലെ. 100 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു. ആദ്യം 475 ഇൻറ്റു 8 ചെയ്യണം അല്ലെ. 475 ഇൻറ്റു 8. 8 5 40, അതിന് 0, ശിഷ്ടം 4. 7 8 56, 56 4 60 അല്ലെ. 60ന് 0, ശിഷ്ടം 6. 4 8 32, 32 6 38 അല്ലെ. 38 നമുക്ക് എത്ര കിട്ടും? 3800 എന്ന് കിട്ടും. 3800 ഡിവൈഡഡ് ബൈ ദെൻ 100 ഇൻറ്റു 1 100 കിട്ടും അല്ലെ. 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 3800നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഡെസിമൽ പാർട്ടില് 2 അക്കങ്ങൾ വന്നാൽ മതി. ശരിയാണല്ലോ. അപ്പൊ ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങൾ നിർത്തി നമുക്ക് പോയിന്റ് കൊടുക്കണം അല്ലെ. അപ്പോൾ എത്ര കിട്ടും? 38.00 എന്ന് നമുക്ക് കിട്ടും അല്ലെ. 38.00 കിലോഗ്രാം അരി എത്ര എണ്ണത്തിൽ കൊള്ളും? 8 സഞ്ചിയിൽ കൊള്ളും. 38.00 എന്ന് പറഞ്ഞാൽ 38 തന്നെയല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 38. സംശയമൊന്നും വേണ്ട, 38 കിലോഗ്രാം. 38 കിലോഗ്രാം അരി 8 സഞ്ചികളിലായിട്ട് കൊള്ളും. മനസ്സിലായി ചെയ്തത് എങ്ങനെയാണ്? ഒരു സഞ്ചിയിൽ കൊള്ളുന്ന അരി ഇൻറ്റു 8 ചെയ്താൽ മതി. അടുത്ത 4ാമത്തെ ചോദ്യം. ഒരു പാത്രത്തിലെ വെളിച്ചെണ്ണ 6 കുപ്പികളിൽ നിറച്ചു. ഒരു കുപ്പിയിൽ 0.75 ലിറ്റർ കൊള്ളും. പാത്രത്തിലാകെ എത്ര ലിറ്റർ എണ്ണ ഉണ്ടായിരുന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായോ? എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായോ? ആകെ നമ്മുടെ കയ്യിൽ എത്ര വെളിച്ചെണ്ണ ഉണ്ട് ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ആകെ വെളിച്ചെണ്ണ അല്ലെ. ടോട്ടൽ ഓയിൽ. ടോട്ടൽ ഓയിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വെളിച്ചെണ്ണ എങ്ങനെ ഇരിക്കുന്നത്? ഇപ്പം 6 കുപ്പികളിലായിട്ടല്ല ഇരിക്കുന്നത്. 6 കുപ്പികളിലായിട്ടാണ് നമ്മുടെ വെളിച്ചെണ്ണ ഇരിക്കുന്നത്. ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ ഉണ്ട്? 0.75 ലിറ്റർ വെച്ച് ഓരോ കുപ്പിയിലും ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആകെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അല്ലെ. 6 കുപ്പികളിലായിട്ട് 0.75 ലിറ്റർ വെളിച്ചെണ്ണ വീതം ഇരിപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 0.75 ഇൻറ്റു 6 ചെയ്താൽ മതി അല്ലെ. അപ്പോൾ ആകെ വെളിച്ചെണ്ണ ടോട്ടൽ ഓയിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75 ഇൻറ്റു 6 ചെയ്താൽ പോരെ. ഒരു കുപ്പിയിൽ 0.75 ഉണ്ട്. അങ്ങനത്തെ എത്ര കുപ്പിയുണ്ട്? 6 കുപ്പികളുണ്ട് അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു. ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ഫ്രാക്ഷൻ ആക്കണം അല്ലെ. ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാ? ഡെസിമൽ പാർട്ട് കഴിഞ്ഞിട്ട് എത്ര അക്കം ഉണ്ട്? 2 അക്കം അല്ലെ. അപ്പൊ ഏതുകൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് വെച്ചിരുന്നത്? 100 കൊണ്ട്. എളുപ്പമല്ലേ. അപ്പൊ എങ്ങനെ കിട്ടും? 75 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 6 അല്ലെ. ഇൻറ്റു 6. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 6ന്റെ ഡിനോമിനേറ്റർ നമ്മൾ എഴുതണ്ടേ. 6ന്റെ ഡിനോമിനേറ്റർ എത്രയാ? 1 അല്ലെ. ഏതൊരു നമ്പറിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. 75 ഇൻറ്റു 6. 75 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1 അല്ലെ. 100 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു. ആദ്യം ഇത് ചെയ്യണം 75 ഇൻറ്റു 6. 75 ഇൻറ്റു 6. 6 5 30 അല്ലെ. 30ന് 0, ശിഷ്ടം 3. 7 6 42, 42 3 45 അല്ലെ. 45. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 450. 450 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1 100 തന്നെ അല്ലെ. 100 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി 450നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങൾ വന്നാൽ പോരെ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4.50 എന്ന് കിട്ടും അല്ലെ. 4.50. ഇപ്പൊ നമുക്ക് ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങൾ വന്നില്ലേ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ഡെസിമൽ പാർട്ടിൽ 2 അക്കങ്ങൾ വരിക. ഓക്കെ. ഇത്രയും ലിറ്റർ ആണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ അളവ് അല്ലെ. 6 കുപ്പികളിലായിട്ട് എത്ര ലിറ്റർ വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലുണ്ട്? 4.5 ലിറ്റർ വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലുണ്ട്.
അതായത് ഒരു കുപ്പിയിലെ വെളിച്ചെണ്ണയെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 6 കുപ്പികളാണ് നമ്മുടെ കയ്യിലുള്ളത്, അതുകൊണ്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് എത്ര ആൻസർ കിട്ടും? 4.50 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ഭാഗത്തുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ സെൻഡ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും സെൻഡ് ചെയ്യുക കേട്ടോ.